നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ ജനൻ ടി വി കാണുന്നവർക്കൊക്കെ അറിയാം, വലിയൊരു ഗംഭീര വാർത്ത ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ഗംഭീര വാർത്ത? 2047 നമ്മുടെ പന്നിക്കാട്ടങ്ങൾ ഭാരതം ഭരിക്കും അത്രേ. എന്താ ഈ പന്നിക്കാട്ടങ്ങൾ എന്ന് വിളിക്കാൻ കാരണം? പന്നി എന്ന് പറയുന്ന ആ മൃഗം എത്ര പരിശുദ്ധമായിട്ടുള്ള മൃഗമാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. ഇന്നിപ്പോൾ പന്നിയുടെ ഹൃദയം മനുഷ്യന്റെ ഹൃദയവുമായി മാറ്റിവെക്കാൻ പറ്റുമെന്ന രീതിയിലേക്ക് വരെ ശാസ്ത്രം വളർന്നിരിക്കുന്നു. ആ രീതിയിലേക്ക് വളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാടുകളിൽ പന്നി എന്ന് വിളിച്ചുകൊണ്ട് പോലും ഈ പന്നിക്കാട്ടങ്ങളെ അത്ര കണ്ട് മേൽമേ ഉയർത്താൻ നമ്മൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പന്നി ഉപേക്ഷിക്കുന്ന പന്നിയുടെ അമേധ്യം, അതല്ലെങ്കിൽ പന്നിയുടെ തീട്ടം, ആ പന്നിയുടെ കാട്ടങ്ങളുമായി മാത്രമേ ഈ പന്നിക്കാട്ടങ്ങളെ ഉപമിക്കാൻ പറ്റുകയുള്ളൂ. ഈ പന്നിക്കാട്ടങ്ങളാണ് 2047 ഈ പന്നിക്കാട്ടങ്ങളുടെ പേര് SDPI പോപ്പുലർ ഫ്രണ്ട് എന്നൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കേരള ഹൈക്കോടതി പോലും പറഞ്ഞതാണ്. മുസ്ലിം മതഭീകര സംഘടനകൾ, രാജ്യദ്രോഹ സംഘടനകളാണ് ഇവർ എന്നുള്ളത് നമ്മളാരും പറഞ്ഞതല്ല. അത്തരത്തിൽ ഈ രാജ്യദ്രോഹികൾ അങ്ങോട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു 2047 ഭാരതത്തെ അങ്ങോട്ട് എന്തോ ആക്കി കളയാമെന്നൊക്കെ. ഇതിന് അടിസ്ഥാനമായി ജനൻ ടി വി പറയുന്ന വാർത്ത നമ്മളെല്ലാവരും കണ്ടു. ബീഹാറിലെ പാട്ന എന്ന് പറയുന്ന സ്ഥലം, ഈ പാട്നയിൽ 6 പന്നിക്കാട്ടങ്ങൾ അറസ്റ്റിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. എന്തിനായിരുന്നു? ബീഹാറിൽ നരേന്ദ്രമോദിജിയുടെ പര്യടനമൊക്കെ നമ്മൾ കണ്ടു. ആ പര്യടനത്തിനിടയ്ക്ക് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ 6 പന്നിക്കാട്ടങ്ങളെയാണ് പിടിച്ച് ഇന്നിപ്പോൾ ജയിലിലിട്ടിരിക്കുന്നത്. ഈ പന്നിക്കാട്ടങ്ങളെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ആയുധങ്ങളും ലഘുലേഖകളും മറ്റുള്ള ഒരുപാട് പുസ്തകങ്ങളും എല്ലാ വിവരങ്ങളും പരിശോധിച്ചപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ പന്നിക്കാട്ടങ്ങൾ കൃത്യമായിട്ടും ആയുധ പരിശീലനം കിട്ടിയവരാണ്. മാത്രമല്ല ഈ പന്നിക്കാട്ടങ്ങൾ കേരളം അടക്കമുള്ള, തമിഴ്നാട് അടക്കമുള്ള മറ്റൊട്ടനവധി സംസ്ഥാനങ്ങളിലുള്ള ഒരുപാട് പന്നിക്കാട്ടങ്ങൾക്ക് ഇതുപോലെ ഈ ആയുധ പരിശീലനവും അതുപോലെ എല്ലാ പരിശീലനവും, ആക്രമണം എങ്ങനെ നടത്തണം എന്നുള്ള എല്ലാ പരിശീലനവും നൽകിയിട്ടുണ്ട് എന്ന വാർത്തയും കണ്ടു. എന്തായാലും ഈ പന്നിക്കാട്ടങ്ങളുടെ ലഘുലേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. 10% മുസ്ലിങ്ങൾ SDPI പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഭീകര സംഘടനക്കാരുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ ഭാരതം 2047 നമ്മൾ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്നും നമ്മൾ ഭരിക്കുമെന്നും അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള അജണ്ടകളാണ് ഈ 6 പന്നിക്കാട്ടങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വിവരങ്ങളിൽ വ്യക്തമാവുന്നത്. അതിൽ കൃത്യമായിട്ടും ഇവർ പറയുന്നുണ്ട്, അതായത് ഹൈന്ദവ നേതാക്കന്മാരെ വകവരുത്തുക, ആരൊക്കെയാണോ തങ്ങൾക്ക് വിഘാതമായിട്ട് നിൽക്കുന്നത് അവരെ അങ്ങോട്ട് ആക്രമിക്കാനും അതല്ലെങ്കിൽ അവരെ വകവരുത്തി തീർക്കാനും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. മാത്രമല്ല ഇവിടെ നിഷ്പക്ഷമായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മതേതര കുപ്പായം അണിഞ്ഞുകൊണ്ട്. ഈ മതേതര കുപ്പായം അണിഞ്ഞിരിക്കുന്ന അവരെയൊക്കെ എങ്ങനെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതും അതിനുവേണ്ടി എന്തൊക്കെ ഞുണുക്ക് വിദ്യകൾ ഉപയോഗിക്കണമെന്നുള്ള സകല വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സുഡാപ്പി അതല്ലെങ്കിൽ ഈ പന്നിക്കാട്ടങ്ങൾക്ക് അറിയില്ല 10% മുസ്ലിങ്ങൾ ഇവരോടൊപ്പം ചേർന്ന് നിന്നാൽ എന്ന് പറയുന്നു. ബാക്കി വരുന്ന 90%, ബാക്കി വരുന്ന 90%ത്തിൽ മനസ്സുകൊണ്ടെങ്കിലും ഈ പന്നിക്കാട്ടങ്ങളോട് അനുകൂലിക്കുന്ന 10-20% വേറെ ഉണ്ടായിരിക്കാം. ഇനി മതേതര കുപ്പായം അണിഞ്ഞ് നടക്കുന്ന ഒരുപാട് നാറികളായിട്ടുള്ള പന്നിക്കാട്ടങ്ങൾ വേറെയുണ്ടല്ലോ. ആ ശതമാനവും മാറ്റി നിർത്തിയാലും മിനിമം ഒരു 50% ഈ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് എന്നുള്ളത് ഈ പന്നിക്കാട്ടങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം ഈ പന്നിക്കാട്ടങ്ങളുടെയൊക്കെ മുതിർന്ന ഒരു പന്നിക്കാട്ടം ഉണ്ടല്ലോ, എന്താ മക്കളെ അവന്റെ പേര്? അബ്ദുൾ നാസർ മദനി. ഇന്നിപ്പോൾ 1.5 കാലില്ലാത്ത അബ്ദുൾ നാസർ മദനി ഏത് രീതിയിലാണ് കർണാടക ജയിലിൽ കിടക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും പന്നിക്കാട്ടം ഉണ്ടെങ്കിൽ ആ പന്നിക്കാട്ടം ഓർക്കുക, അന്നത്തെ അബ്ദുൾ നാസർ മദനി തന്നെയാണ് ഇന്ന് നീയൊക്കെ ആവാൻ കാത്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ടും ഓർക്കുക. ഇനി അതല്ലെങ്കിൽ ഉത്തർപ്രദേശിലേക്ക് യാത്രയായിട്ടുള്ള ഒരുത്തനുണ്ടായിരുന്നല്ലോ, എന്താ അവന്റെ പേര്? സിദ്ദിഖാപ്പൻ. ആ മാധ്യമ പ്രവർത്തകൻ എന്ന കുപ്പായമൊക്കെ ഇട്ടുകൊണ്ട് അവിടെ കലാപമുണ്ടാക്കാൻ പോയ ഒരു പന്നിക്കാട്ടം. ആ പന്നിക്കാട്ടം ഇന്ന് ഏത് അവസ്ഥയിലാണ് എന്ന് ചിന്തിക്കുക. മാത്രമല്ല നിങ്ങൾ എപ്പോഴും പറയാറുള്ള ഗുജറാത്ത് കലാപം എന്നുള്ളതുണ്ടല്ലോ, ആ ഗുജറാത്ത് കലാപത്തിന് മുൻപ് നീയൊക്കെ നടത്തിയ ഗോധ കലാപം ഉണ്ടായിരുന്നു. 2 ബോഗി നിറയെ വന്നിറങ്ങാനിരുന്ന സന്യാസി വര്യന്മാരെ ജീവനോടെ ചുട്ടരിച്ച, നിന്നോടൊക്കെ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ നിന്ന് ചവിട്ടിക്കൊണ്ട് കുതിച്ച ഹൈന്ദവ സ്വാഭിമാനി ഹൈന്ദവന്റെ ആ കുതിപ്പിന്റെ പേരായിരുന്നു ഗുജറാത്ത് കലാപം എന്ന് ഇന്നും മോങ്ങിക്കൊണ്ട്
ഓതിക്കൊണ്ട് നീ പറഞ്ഞു നടക്കുന്ന ഗുജറാത്ത് കലാപം, അതുകൊണ്ട് ഗോത്ര കലാപം എന്തെന്ന് ഞങ്ങൾ ആരും മറന്നിട്ടില്ല, അതിന്റെ തിരിച്ചടി എന്നോണം കിട്ടിയ ഗുജറാത്ത് കലാപം നീയും മറന്നിട്ടില്ല. അത്തരത്തിൽ ഓരോ സ്വാഭിമാനി ഹൈന്ദവന്റെയും ക്ഷമ നശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നിനക്ക് കൃത്യമായിട്ടും അറിയാം. അത് നിന്റെ അബ്ദുൾ നാസർ മദനി ആയാലും സിദ്ദീഖ് കാപ്പനായാലും എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ദുഷ്ടജന്മങ്ങളുണ്ടല്ലോ, അവരോടൊക്കെ ചോദിച്ചാൽ നിനക്ക് മനസ്സിലാക്കാനാവും. ഇനി മറ്റൊരു വാർത്തയിലേക്ക് വരാം. ഇവരുടെ ഈ പന്നിക്കാട്ടങ്ങളുടെ ഈ നിഗൂഢമായിട്ടുള്ള ഈ തീരുമാനങ്ങളുണ്ടല്ലോ, അതിന് അവർ കണ്ടുപിടിച്ച മറ്റൊരു മാർഗം കൂടിയുണ്ട്. മലപ്പുറം എന്ന് പറയുന്ന പേര് പറയാൻ പാടില്ലാത്ത ഈ കേരളത്തിനുള്ളിൽ തന്നെയുള്ള മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായിട്ടുള്ള ഈ ജില്ലയെ ചെറിയൊരു എമിറേറ്റ്സ് ആക്കി മാറ്റുക. എന്ത് എമിറേറ്റ്സ്? മുസ്ലിം കൊടും ഭീകരതയുടെ എമിറേറ്റ്സ് ആക്കി മാറ്റുക. ഈ മുസ്ലിം കൊടും ഭീകരതയുടെ എമിറേറ്റ്സ് ആക്കി മാറ്റാൻ മലപ്പുറത്തെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഈ വർഷത്തെ 1ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ എണ്ണത്തിന്റെ കണക്ക് ഇന്ന് ഗൂഗിളിൽ അവൈലബിൾ ആണ്. നോക്കൂ, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ഇങ്ങനെയുള്ള തുടർച്ചയുള്ള 5 ജില്ലകളിലുള്ള കുട്ടികളുടെ നമ്പറിനേക്കാൾ കൂടുതലാണ് മലപ്പുറം എന്ന് പറയുന്ന ആ ഒരൊറ്റ ജില്ലയിലെ പുതിയ കുട്ടികളുടെ അഡ്മിഷൻ 1ാം ക്ലാസ്സിലേക്കുള്ള. അപ്പോൾ വീണ്ടും മതേതര കുപ്പായം അണിഞ്ഞുകൊണ്ട് ഹൈന്ദവ നാമധാരികളും ക്രൈസ്തവ നാമധാരികളും ഇവിടെ വന്ന് തൂറാൻ സാധ്യതയുണ്ട്, അമേദ്യം മെഴുകാൻ സാധ്യതയുണ്ട്. എന്താണ്, എങ്ങനെ പറയുക? ഈ 68,000-ത്തിലധികം വരുന്ന കുട്ടികളിൽ ഹൈന്ദവരുണ്ടടോ, ക്രൈസ്തവരുണ്ടടോ, മുസ്ലിങ്ങൾ മാത്രമല്ലടോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് മെഴുകുമെന്ന് നമ്മൾക്കറിയാം. അവരോട് എനിക്ക് പറയാനുള്ളത്, മലപ്പുറത്തിന്റെ കണക്ക് നീയൊന്നും എന്നെ പഠിപ്പിക്കേണ്ട. കുഞ്ഞുനാൾ മുതൽ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ജീവിച്ച് ജനിച്ച് വളർന്ന എന്നെ മലപ്പുറത്തിന്റെ മതേതരം പഠിപ്പിക്കേണ്ട, മലപ്പുറത്തിന്റെ ഇസ്ലാമിക ജിഹാദിസം പഠിപ്പിക്കേണ്ട, മലപ്പുറത്തിന്റെ കണക്ക് ഒന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട. മാത്രമല്ല നമ്മൾക്കറിയാം 1921 എന്ന് പറഞ്ഞ കൊടും മുസ്ലിം ഭീകരത നടമാടിയതിൽ ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെട്ട നാട് തന്നെയാണ് മലപ്പുറം എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ജില്ല. ഈ മലപ്പുറം ജില്ലയിൽ അതിൻ്റെയൊക്കെ കഥനകഥകളും വേദനയൂർന്ന രക്തമിറ്റിറ്റ് വീഴുന്ന കഥകൾ കേട്ടുകൊണ്ട് തന്നെയാണ് ഞാനടക്കമുള്ള എന്നെ ശ്രവിക്കുന്ന മലപ്പുറം ജില്ലയിലെ ഓരോ സ്വാഭിമാനി ഹൈന്ദവനും അവന്റെ ജീവിതം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ജിഹാദിസം, മുസ്ലിം കൊടുംഭീകരത, അതിനെതിരെ ഏതറ്റം വരെ പോകാനും ഓരോ മലബാറിലുള്ള മലപ്പുറത്തുള്ള ഈ ഇസ്ലാമിക കൊടുംഭീകരതയുടെ ഇരകളാക്കപ്പെട്ട ചരിത്രം പരിശോധിച്ചാൽ 100 വർഷത്തിന് മുൻപ് പരിശോധിച്ചാലും അതിനുശേഷം പരിശോധിച്ചാലും ഇരയാക്കപ്പെട്ട ഞങ്ങളുടെ പിൻതലമുറയുടെ ആ വേദന ഞങ്ങളിൽ ഇന്നും അടിഞ്ഞൂറി കിടപ്പുണ്ട് എന്ന് നീ മറക്കേണ്ട. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ 1921 അനുഭവിച്ച ആ മലപ്പുറത്തിന്റെ മണ്ണിനെ തന്നെ ഇസ്ലാമിക എമിറേറ്റ്സ് ആക്കി മാറ്റുക. എന്നിട്ടോ പതിയെ ഈ പറയുന്ന പിണറായി വിജയനും മരുമോൻ റിയാസും ഒക്കെ ഭരിച്ചു മുടിച്ച് ഇസ്ലാമിക ജിഹാദിസത്തിന്റെ ഹബ്ബാക്കി മാറ്റിയ ഈ കേരളത്തെ ഇസ്ലാമിക രാജ്യം എന്ന കൺസെപ്റ്റിലേക്ക് മെല്ലെ മാറ്റുക എന്നതൊക്കെയാണ് നിന്റെ ചിന്താഗതികൾ എന്ന് നമ്മൾക്കറിയാം. എന്നാൽ ആ ചിന്താഗതികൾക്കുമൊക്കെ എത്രയോ മുകളിലാണ് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം. മാത്രമാണോ, ഭാരതം ഭരിക്കുന്ന ഭരണാധികാരികൾ, ലോകം ഭരിക്കുന്ന ലോക നേതാവായിട്ടുള്ള നരേന്ദ്രമോദിജി അടക്കമുള്ള ഒരുപാട് വരാനിരിക്കുന്ന ഭരണാധികാരികൾ. അതുകൊണ്ട് നീയൊക്കെ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങളത് ആകാശത്ത് കാണുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിതിൽ ഒട്ടും ഭയമില്ല, ഒട്ടും ആശങ്കയുമില്ല. കാരണം ഈ 10% പന്നിക്കാട്ടങ്ങൾ എന്താണ് ഇവിടെ ചെയ്യാൻ പോവുക എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. 2ാം സൈനിക നിര എന്ന് തന്നെ പറയപ്പെടുന്ന RSSന്റെ ചുണക്കുട്ടികൾ ഉള്ളിടത്തോളം കാലം നിന്റെ ഒന്നും മനസ്സിലിരിപ്പ് പുറത്തോട്ട് കാണിക്കാൻ പോലും നിന്നെ ഒന്നും അനുവദിക്കില്ല എന്നുള്ളതിന്റെ നേർദൃഷ്ടാന്തം തന്നെയാണ് അബ്ദുൾ നാസർ മദനി ആയാലും സിദ്ദീഖ് കാപ്പന്മാരായാലും എന്നുള്ളത് നിന്നോട് പച്ചയ്ക്ക് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ പന്നി പെറ്റുകൂട്ടും പോലെ അങ്ങോട്ട് പെറ്റുകൂട്ടി ഒരുപാട് എണ്ണത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഈ നാട് അങ്ങോട്ട് വലത്തിക്കളയാമെന്ന ചിന്ത കൊണ്ട് നടക്കുന്ന നിന്റെയൊക്കെ മുന്നിൽ ജീവിക്കുന്ന അബ്ദുൾ നാസർ മദനിയെയും സിദ്ദീഖ് കാപ്പനെയും ഒക്കെ എപ്പോഴും തുറന്നു കാട്ടപ്പെടുക തന്നെ ചെയ്യും ഞങ്ങൾ. നിനക്കൊന്നും ഞങ്ങളുടെ രോമത്തിൽ പോലും തൊട്ടുകൊണ്ട് ഞങ്ങളുടെ നാടിനെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ആ ചിന്ത നിന്റെ അന്ത്യത്തിന് നീ തന്നെ തിരികൊളുത്തിയെന്ന് തന്നെ മാത്രമേ പറയാനുള്ളൂ എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇത്തരത്തിൽ 2047 നീയൊക്കെ എന്തോ ഉണ്ടാക്കി കളയാം എന്ന രീതിയിൽ അങ്ങോട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് തുള്ളിച്ചാടുമ്പോൾ ആ തുള്ളിച്ചാടുന്ന നിന്നോട് ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സ്വാഭിമാനി ഹൈന്ദവൻ എന്നുള്ള രീതിയിൽ എനിക്ക് എങ്ങനെ ആശ്വാസം കിട്ടുമെന്നിവിടെ പച്ചയ്ക്ക് പറയാതെ വയ്യ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.